നമസ്കാരം. നമ്മുടെ അച്ഛനമ്മമാരോട് ആരെങ്കിലും അസഭ്യം പറയുകയോ അവർ വിഷമിപ്പിക്കുകയോ അവരോട് ക്രൂരത കാണിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ മനസ്സിൽ ആ സംഭവം എപ്പോഴും ഉണ്ടാകും. ഒരു പക നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. എപ്പോഴും നമ്മുടെ അച്ഛനെയും അമ്മയെയും വിഷമിപ്പിച്ചവരാണല്ലോ, വേദനിപ്പിച്ചവരാണല്ലോ, അസഭ്യം പറഞ്ഞവരാണല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മുടെ VS അച്യുതാനന്ദൻ, അദ്ദേഹത്തെ പിണറായി വിജയൻ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തെ കൂടി വേദിയിലിരുത്തി ശംഖുമുഖത്തെ വേദിയിൽ വെച്ച് അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വി എസിനെ കാണിച്ച് 2016 തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിൽ വന്നിട്ട് VS-നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ അദ്ദേഹത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കൊടുത്ത് ഒതുക്കിയ പിണറായി വിജയന്റെ ഒരു നെറുകെട്ട പ്രവൃത്തിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അതാണ് ഇന്ന് ഈ CPM-ന് ഇത്രത്തോളം അപജയം ഉണ്ടാകാൻ കാരണം. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും CPM ഇത്രയധികം തകർന്നു തരിപ്പണമാകില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, VS അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം 1 വർഷം ആയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ VA അരുൺകുമാർ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പിണറായി വിജയനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ പറയുന്ന അന്തംഗമ്മികൾ പോലും. അപ്പോൾ ഈ അരുൺകുമാറിനെ പോലെയുള്ള ആൾക്കാരുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. കാരണം VS അച്യുതാനന്ദൊക്കെ അവരുടെ ജീവനും ജീവിതവും കൊടുത്ത് പ്രസ്ഥാനത്തെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നതാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഒരു നെറുകെട്ട മനുഷ്യൻ ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നിരവധി നേതാക്കന്മാരെ അയാൾ ചവിട്ടി മെതിച്ചു, ഇല്ലാതാക്കി. അങ്ങനെ എന്തെല്ലാം ക്രൂര പ്രവൃത്തികൾ ചെയ്ത ഒരാളാണ് പിണറായി വിജയൻ. അതിൻ്റെയൊക്കെ ഫലമാണ് അയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും VA അരുൺകുമാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും പ്രചാരണങ്ങളും താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും നേതൃത്വം മുന്നിട്ടിറങ്ങുന്നത് സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയാണ്. എന്നാൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നാം ഓർക്കേണ്ട അടിസ്ഥാന തത്വമുണ്ട്. ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയത് വ്യക്തികളുടെ താല്പര്യങ്ങളിലല്ല, തലമുറകളായി ചോരയും വിയർപ്പും നൽകിയ പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസത്തിലാണ്. കുപ്രചരണങ്ങളെ രാഷ്ട്രീയമായി ചെറുക്കുമ്പോൾ തന്നെ സാധാരണക്കാരുടെ കണ്ണിൽ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത ഓരോ ഘട്ടത്തിലും ഉണ്ടാകണം എന്നാണ് ഈ VA അരുൺകുമാർ ഈ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതെന്തായാലും പിണറായി വിജയനെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിണറായി വിജയനെതിരെ മറ്റൊരാൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. പിണറായി വിജയന്റെ വിശ്വസ്തനും ദേശാഭിമാനിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററുമായ മാധവൻകുട്ടി. അദ്ദേഹവും പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം ഇത് സമൂഹത്തിൽ ചർച്ചയാകുന്നുമുണ്ട്. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് മകൾ വീണയുടെ കേസിൽ പിണറായി വിജയൻ ധാർമ്മികത കാണിച്ചില്ലെന്ന് ആണ് ഈ N മാധവൻകുട്ടി പറയുന്നത്. കർത്തായുമായി ചെറിയ ഇടപാട് പോലും നടത്താൻ പിണറായി വിജയൻ മകളെ അനുവദിക്കാൻ പാടില്ലായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നവരെ സെക്രട്ടേറിയറ്റിൽ വെച്ച് തനിക്ക് വിധേയനാകുമെന്ന് ഉറപ്പുള്ള MV ഗോവിന്ദനെ സെക്രട്ടറിയാക്കിയാണ് പിണറായി 2ാം ടേമിൽ കേരളത്തെ ഭരിച്ചത്. പിണറായി പ്രതിപക്ഷ നേതാവാകാൻ പാടില്ലായിരുന്നു. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ താൻ VS വിരുദ്ധനായിരുന്നു. അതേ കാരണത്താൽ തന്നെയാണ് ഇന്ന് പിണറായി വിരുദ്ധനായതെന്നും ഈ മാധവൻകുട്ടി പറയുന്നത്. നോക്കൂ, നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ സാധാരണക്കാരൊക്കെ എത്രയോ തവണ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. പിണറായി വിജയൻ ഒരിക്കലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നു. കാരണം അയാൾക്ക് ഈ പാർട്ടിയോടുള്ള കൂറുകൊണ്ടല്ല, അയാളുടെ ഈ അധികാരത്തിൻ്റെ ഒരു ലഹരി അയാളുടെ തലച്ചോറിനെയും അയാളുടെ കുടുംബത്തിനെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, അധികാരമുണ്ടായിരുന്ന സമയത്ത് അയാൾ ചെയ്തു കൂട്ടിയ നെറുകേടുകളെ ഒരു പരിധിവരെ തടയിടാൻ ഈ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പദവി അയാൾക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി MV ഗോവിന്ദൻ്റെ കാര്യം, ഇതുപോലെ വിഡ്ഢിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ വളരെ അപൂർവമായിട്ടുള്ളതാണ്. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് MV ഗോവിന്ദനെ ഇത്തരത്തിൽ കൂടെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ കിടന്ന് 4 റൗണ്ട് അട്ട ചുരുളും പോലെ ചുരുളുകയും ചെയ്യുന്ന ഒരാളാണ് ഈ MV ഗോവിന്ദൻ എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ മനസ്സിലാക്കി വന്നത് ഇതുപോലെയുള്ള പിണറായി വിജയൻ്റെ പോലും വിശ്വസ്തരായിരുന്ന പാർട്ടിയുമായി വളരെയധികം അടുപ്പമുള്ള ആൾക്കാരാണ് എന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ സാധാരണ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരോ പ്രവർത്തകരോ ഒന്നുമല്ല ഇത് പറയുന്നത്. ഈ പിണറായി വിജയനെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന ആൾക്കാരാണ് എന്നുകൂടി ഓർക്കണം. എന്തായാലും പിണറായി വിജയന്റെ പതനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അയാളുടെ ഓരോ സംസാരവും ഓരോ ന്യായീകരണവും അയാളെ കൂടുതൽ ജനങ്ങളിൽ നിന്നും അണികളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും അയാൾ അറിയുന്നില്ല എന്നുള്ളതാണ്. മുമ്പ് പിണറായിയുടെ വിശ്വസ്തനായിരുന്ന മാധ്യമപ്രവർത്തകൻ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അദ്ദേഹത്തെക്കുറിച്ച്, പിണറായി വിജയന്റെ ചെയ്തികളെക്കുറിച്ചൊക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ടൊരു പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അതിനുശേഷം ആ മനുഷ്യനോട് പിണറായി വിജയൻ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ മാധവൻകുട്ടിയും രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ തുറന്നു പറയുന്നത് അത് പാർട്ടിയോടുള്ള ഒരു കൂറ് കൊണ്ടായിരിക്കാം. പാർട്ടി ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരില്ല എന്ന് ഇപ്പോഴും ഇവരിനി വിശ്വസിക്കാത്തത് കൊണ്ടാണോ അതോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പറയുന്നത് ഒക്കെ വാസ്തവമാണ് എന്നുള്ള കാര്യമാണ്. പിണറായി വിജയൻ്റെ ശവപ്പെട്ടിയിൽ ഓരോ ദിവസവും ഓരോരുത്തർ ഇത്തരത്തിൽ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.